നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടർ വന്ന സമയത്ത്, അപ്പോൾ അന്നത്തെ പാർട്ടിക്കാരും അതുപോലെ ആളുകളൊക്കെ കൂടി ഈ കമ്പ്യൂട്ടറിനെ എതിർക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പ്യൂട്ടർ കാരണം ജോലി നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ജോലിക്ക് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതിന് ശേഷം മാത്രം കമ്പ്യൂട്ടർവൽക്കരണം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. അതിനിപ്പോൾ പല മുഖങ്ങൾ പല രീതിയിലും പലരും പറയുന്നുണ്ടെങ്കിലും അതിന് പ്രധാന കാരണം അത് തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ വേറൊരു മുഖമാണ് ഈ കാണുന്നത്. ഞാൻ ഇവനെ കാണുമ്പോഴേ, ഇവന് ഒറ്റയ്ക്ക് ഒരു 120 ഏക്കറിന്റെ മേളിൽ വരുന്ന സ്ഥലം അടുത്ത വർഷത്തേക്കുള്ള ഗ്രീൻ പീസ് കൃഷിക്ക് വേണ്ടിയിട്ടേ നിലമെല്ലാം ഉഴുതു മറിക്കുമായിരുന്നു. ഈ ഒരു ട്രാക്ടർ കൈകാര്യം ചെയ്യുന്നത് ഈ സ്ഥലത്തിന്റെ ഉടമ കൂടിയായ ഇയാനാണ്. പുള്ളി പറയുന്നത് ഈ ഒരു സ്ഥലം വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പുള്ളിക്ക് തീർക്കാമെന്നാണ്. അപ്പൊ പറയട്ടെ, നമ്മൾ പണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ ആയിട്ട് പഠിച്ച വ്യവസായ വിപ്ലവം ഉണ്ടല്ലോ, 1700-800 കാലഘട്ടങ്ങളിൽ സംഭവിച്ചത്. അതിന്റെ ഭാഗമായിട്ട് പല ജോലികൾ പുതുതായിട്ട് ഉണ്ടാവുകയും പല ജോലികൾ നഷ്ടപ്പെടുകയും ചെയ്തു. അതിൽ തന്നെ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ജോലികളെ നഷ്ടപ്പെടുത്തിയ മേഖലയാണ് അഗ്രികൾച്ചർ മേഖല. അതിന് പ്രധാന കാരണം എന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപജീവന മാർഗമായിട്ട് പിന്തുടരുന്നത് കൃഷിയെയാണ് എന്നുള്ളതായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ കമ്പ്യൂട്ടറും ഈ ഒരു ട്രാക്ടറും തമ്മിലുള്ള ബന്ധം ഇവിടെയാണ് കൂടിച്ചേരുന്നത്. ശരിക്കും ഇതെല്ലാം പലവിധമായ ജോലികളെ നമുക്കിടയിൽ നിന്ന് ഇല്ലാതാക്കിയെങ്കിൽ പോലും ഇപ്പൊ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് പോലും ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളിലായി എന്നുള്ളതാണ്. ഒന്നാലോചിച്ചാൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയല്ലേ. ഇന്നതെല്ലാം ദോഷവും ബുദ്ധിമുട്ടുമാണെന്ന് ചിന്തിക്കുകയും എന്നാൽ സമീപ ഭാവിയിൽ തന്നെ ഇത്തരത്തിൽ സംഭവിച്ചത് നമുക്കൊരു ഗുണമായി മാറുകയും ചെയ്യുന്ന കാഴ്ച ഒരു അത്ഭുതം തന്നെയാണല്ലേ. വെറുതെ ഒരു ചിന്ത മാത്രം. മറ്റൊരിക്കൽ നമുക്ക് വീണ്ടും കാണാം.